ജഫോട്ടക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് യൂട്യൂബേഴ്സിന് മാത്രമല്ല, നമ്മുടെ സാധാ വ്യൂവേഴ്സിനും കൂടെ കാണാനും ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ A to Z സർവീസുകൾ മൊത്തം ചെയ്യുന്ന ചാനലാണ് ജഫോട്ടക് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സർവീസും, നമ്മൾ യൂട്യൂബേഴ്സിന് എന്തൊക്കെ സർവീസുകൾ വേണോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. വാട്സപ്പ് സർവീസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ മോണിറ്റൈസേഷൻ്റെ വർക്ക് ചെക്കിങ് കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരോട് നമ്മൾ ഏത് യൂട്യൂബർ ആയാലും തുടക്കത്തിൽ നമ്മളോട് വന്ന് പറഞ്ഞ കാര്യം, നമുക്ക് വ്യൂവേഴ്സ് ഇല്ല അല്ലേ. എല്ലാവരും പറഞ്ഞ കാര്യം, നമ്മുടെ ചാനലിന് വ്യൂവേഴ്സ് ഇല്ല, നമുക്ക് തീരെ റീച്ച് ഇല്ല, നമുക്ക് ഒന്നും നമ്മൾ എന്ത് കണ്ടന്റ് ഇട്ടാലും നമുക്ക് റീച്ച് ഇല്ല. ഞാനിത് നിർത്താൻ പോവാണ്. കൂടുതൽ ആൾക്കാരും പറഞ്ഞ കാര്യമാണ്, നമ്മൾ നിർത്താൻ പോവാണ്, ഇനി ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഏകദേശം പേര് നിൽക്കുന്നത്. എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനഘ അർജുനെ അറിയാം. അപ്പോൾ ഞാനിന്ന് വീഡിയോ ചെയ്യുന്നതിന് കാരണം അത് തന്നെയാണ്. അപ്പോൾ ഞാൻ സ്ഥിരം അവരുടെ വീഡിയോ കാണുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഇപ്പം ടെക്കിൻ്റെ വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ അകത്താണ് കൂടുതൽ അനഘ അർജുൻ അവർ രണ്ടാളുടെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഫേസ്ബുക്കിനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റാണ് എനിക്ക് ഇന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമായത് കേട്ടോ. കാരണം ഞാനത് അവരുടെ പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ ലൈഫ് ഞാൻ ആലോചിച്ച് നോക്കി. നിങ്ങളിപ്പം കാണുന്ന ജഫോട്ടക് അല്ലാതെ തന്നെ എനിക്ക് വേറൊരു ലൈഫുണ്ട്. കാരണം ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു ഫാമിലി വ്ലോഗ് ചാനൽ എനിക്കുണ്ട്. ഓക്കെ, ആ ഒരു ചാനലിനകത്ത് ഞാൻ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് 1 lakh സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് അതിൻ്റെ അന്ന് ഓരോ മാസത്തെ പൈസ മേടിക്കാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മളെ അറിയാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ഒരു ജഫോട്ടക് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അതിനകത്ത് പ്ലേ ബട്ടൺ മേടിച്ചു. ഇതൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പം ഇവരുടെ ഈ ഒരു വീഡിയോ ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് എൻ്റെ ജീവിതമായിട്ട് നല്ല സാമ്യം തോന്നി. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് തോന്നി. ആ ഒരു പോസ്റ്റിനകത്ത് എഴുതിയ കാര്യങ്ങൾ കറക്റ്റ് നിങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് കറക്റ്റായിട്ട് കണ്ടു. അപ്പോൾ അതെനിക്ക് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ ചാനലിൽ വീഡിയോ കയറുന്നില്ല, ഒന്നും ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ പോസ്റ്റ് വായിക്കാം. ഓക്കെ, ഞാൻ അവരുടെ ആ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2020 തുടങ്ങി വെക്കുമ്പോൾ റോഡിലൂടെയും നാട്ടിലൂടെയും ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധം കളിയാക്കലുകൾ മാത്രമായിരുന്നു. സത്യമാണ്, എല്ലാ യൂട്യൂബേഴ്സ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് അവർ 2020 ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, ആ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ റോട്ടിൽ കൂടെയും പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ആൾക്കാർ ഫുള്ള് കളിയാക്കലായിരുന്നു. ഞാനും ഒരുപാട് അനുഭവിച്ചാണ്. ഞാൻ എൻ്റെ ഫാമിലി വ്ലോഗ് ചാനലിനകത്ത് ഞാനും വൈഫും കൂടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പുറത്ത് പോകുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ കളിയാക്കുമായിരുന്നു. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ തോന്നിയാസമാണ് കളിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ ഉളുപ്പില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരുപാട് രീതിയിൽ കളിയാക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. കൊറോണ വന്നതോടെ കൂടുതൽ വീഡിയോസ് ഇട്ടെങ്കിലും ലോക്ക്ഡൗൺ കഴിഞ്ഞ് വീണ്ടും വർക്കുമായി ബന്ധപ്പെട്ട് തിരക്കായിപ്പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജോലി സമയം കഴിഞ്ഞ് കിട്ടുന്ന സമയം വെച്ച് വീഡിയോസ് ഇട്ടു. നല്ല എഫേർട്ട് ഇട്ടിട്ടും കുറച്ച് ആളുകളിലേക്ക് മാത്രം വീഡിയോ എത്തുന്നത് വല്ലാത്തൊരു വിഷമമായിരുന്നു. എല്ലാവരുടെയും പ്രശ്നമാണ് അല്ലേ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടും അത് വലിയ രീതിയിൽ റീച്ച് ആകുന്നില്ല, ആ വീഡിയോ വൈറലാകുന്നില്ല. നമ്മൾ ഇവിടെ കാണുന്ന എല്ലാ യൂട്യൂബേഴ്സും നമ്മൾ നോക്കുമ്പോൾ അവർ നല്ല റീച്ചുള്ള നല്ല യൂട്യൂബേഴ്സാണ്. പക്ഷെ അവർ എത്ര കാലം അതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അവരുടെ ആദ്യത്തെ ലൈഫ് എങ്ങനെയായിരുന്നു മാത്രം നമ്മൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വായിച്ച് മൊത്തം നിങ്ങൾ കേൾക്കണം. കുറച്ച് നാളേക്ക് മാത്രം വീഡിയോ എത്തുന്നത് വല്ലാത്ത വിഷമമായിരുന്നു. കൂടെ കുറ്റപ്പെടുത്തലുകളും. ഓക്കെ, വീണ്ടും വീഡിയോസ് ഇടുന്നത് നിർത്തി. അവർ തുടങ്ങി ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കാരണം അവർ വീഡിയോസ് നിർത്തി. അപ്പോഴും ചാനൽ മോണിറ്റൈസ് ആയിരുന്നു. വല്ലപ്പോഴും മഴത്തുള്ളി പോലെ വർഷത്തിൽ 1-2 തവണ വരുമാനം കിട്ടുമായിരുന്നു. മോണിറ്റൈസേഷൻ ആയെങ്കിലും വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ വരുമാനം കിട്ടുന്നുള്ളൂ. കാരണം വീഡിയോസ് അവർ എപ്പോഴേലും ഇടുന്നുള്ളൂ. ഇടുന്ന വീഡിയോസിനകത്ത് റീച്ചും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരെ അറിയുന്നത് ഈ അടുത്ത കാലത്താണെന്നുള്ള കാര്യം ആലോചിക്കണം. ഈ അടുത്ത കാലത്താണ് നമ്മൾ ഇവരെ ശരിക്ക് അറിയാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ആളുകളിലേക്കേ പോകുന്നുള്ളൂ. അപ്പോൾ പഴയ വീഡിയോസ് ആളുകളെന്ന് കൊണ്ട് അപ്പോൾ മഴത്തുള്ളി പോലെ വർഷത്തിൽ 1-2 തവണ മാത്രം ഇട്ടുമായിരുന്നു. അതും പഴയ വീഡിയോസ് ആളുകൾ കാണുന്നതുകൊണ്ട് മാത്രം, പുതിയ വീഡിയോസ് ഇടുന്നില്ല. 2 വർഷം വീഡിയോസ് ഇടാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയ ഞങ്ങളുടെ ചാനലിൽ 2025 മുതൽ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, അവർ വലിയ ആക്റ്റീവ് അല്ലായിരുന്നു, എന്നിട്ടും അവർ 2025 വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങി. ഇടയ്ക്ക് വെച്ച് മടുത്തു വീണ്ടും നിർത്തി. ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുന്നത് സ്ഥിരമാക്കിയ പോലെ നിർബന്ധമായും ഒരു വീഡിയോ ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്നത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു. ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുന്ന പോലെ തന്നെ യൂട്യൂബിൽ എല്ലാ ദിവസവും ഓരോ ഷോർട്ട് വീഡിയോ ഇടാന്നുള്ളത് അവർ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കൂടുതലും
വ്യൂസ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ എല്ലാ പ്രാവശ്യവും, അതായത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്ന സമയത്ത് ഞാൻ പറയുന്ന മെയിനായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുക. നിങ്ങൾക്ക് ചാനലിൽ വ്യൂ ഉണ്ടെങ്കിലും വ്യൂ ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള കാര്യം എന്നുള്ളത്. ഓക്കെ, ഇരുന്നാൽ പോലും നിങ്ങൾ ഈ കാണുന്ന സെക്കൻഡുകളുള്ള വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്തു. കണ്ണുനീർ വറ്റി തീർന്നിട്ടും പൊരുതി നേടിയതാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് ഈ ഒരു അവരുടെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയത്. അവരിപ്പം അവരുടെ ഈ ഒരു പോസ്റ്റിൻ്റെ കാരണം വെച്ചാൽ അവർക്ക് 100K, അതായത് 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് 1 lakh സബ് ആയി കഴിഞ്ഞു. ഞങ്ങൾക്ക് 8ാം വിവാഹ വാർഷിക ദിവസം, അവരുടെ 8ാം വിവാഹ വാർഷികം, ഞങ്ങൾ ഈ ഒരു ദിവസം ഇരട്ടി മധുരം കൂടി 99.9K കാണിക്കുമ്പോൾ നെഞ്ചിലൊരു ഇടിയുണ്ട്. പിന്നെ 1 lakh കണ്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ അനുഭവങ്ങൾ. കൂടെ നിന്ന് സ്നേഹിച്ച, വിശ്വസിച്ച, സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും ഒരുപാട് നന്ദി. അതിലുപരി സർവേശ്വരനോട് തീർത്താൽ തീരാത്ത കടപ്പാട്. ഞാൻ സാറിന് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യലില്ല, അല്ലേ, ടെക് വരാൻ ബന്ധപ്പെട്ട വീഡിയോ മാത്രം. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇട്ടത് ഒരു മോട്ടിവേഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരുപാട് പേര് ചാനൽ സക്സസ് ആകുന്നതിൻ്റെ തലേദിവസമായിരിക്കും ചാനൽ നിർത്തി പോകുന്നത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ എവിടെയും എത്തുള്ളൂ. ഉറപ്പായിട്ടും 100% ഉറപ്പ്. അത് ഞാൻ ഇപ്പം ഈ ഒരു അനഘ അർജുൻ്റെ കാര്യമല്ലാതെ ഞാൻ എൻ്റെ ലൈഫ് തന്നെ പറഞ്ഞുതരാം. സത്യമായിട്ടും നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ഞാനിതാ എന്താ പറയുക, കുറച്ച് എൻ്റെ ഈ ഒരു ഇപ്പം ഞാൻ വെച്ച വീടിൻ്റെ കുറച്ച് മുമ്പിൽ, നിങ്ങൾ ജെഫോട്ടൊക്കെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് എൻ്റെ സാഹചര്യങ്ങൾ അറിയുമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഫാമിലിയിലോ വെച്ച് കാണുന്ന ആൾക്കാർക്കറിയാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു കുഞ്ഞൊരു ഷെഡിലാണ് ഞാൻ താമസിച്ചത്. ഞാൻ യൂട്യൂബ് കൊണ്ട് തന്നെയാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുള്ളത്. യൂട്യൂബ് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതും ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും, സർവീസ് കൊടുക്കുന്നതും വാട്സപ്പ് ഗ്രൂപ്പ് സർവീസ് നടത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു വീട് വെച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബുമായി ബന്ധപ്പെട്ട എൻ്റെ വർക്കും കാര്യങ്ങളും യൂട്യൂബിൻ്റെ വരുമാനം കാര്യങ്ങളോടെ തന്നെയാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഞാനിതാ ഈ ഒരു വണ്ടിയിൽ നിന്നാണ് ഞാൻ ഇത്രയും കാലം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത് ഞാനൊരു നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിട്ട് പറയുന്നത്. ഈ ഒരു വണ്ടിയിൽ നിന്നാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ആ ഒരു വണ്ടി മാറ്റി ഞാനിതാ ഈ ഒരു വണ്ടി ഞാനിപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളെൻ്റെ ഫാമിലിയോട് കാണുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ഈ ഒരു യൂട്യൂബ് ലൈഫ് കൊണ്ട് മാത്രമാണ്. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും നിർത്താനാവില്ല. പക്ഷേ നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നോ, നമ്മൾ എഫേർട്ട് ഇടുന്നത് മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. 100% ഉറപ്പുള്ള കാര്യമാണ്. മടുപ്പ് വിചാരിക്കരുത്. നമുക്ക് ചാനൽ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് നോക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക, അതാണ്. പിന്നെ വേറൊരു കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവർക്ക് ഒന്നെങ്കിൽ ഉപകാരം കിട്ടുന്ന വീഡിയോ ആയിരിക്കണം, അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരം കിട്ടുന്ന വീഡിയോ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം, കോമഡി ആയിരിക്കണം, അവർക്ക് അല്ലെങ്കിൽ എന്ത് രീതിയിലെങ്കിലും ആൾക്കാരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന വീഡിയോ നമ്മൾ കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമയത്ത് നമുക്ക് അത് വിജയിക്കും എന്നുള്ള സംശയമൊന്നുമില്ല. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള എറർ കൊണ്ടും പല കാരണങ്ങളും കൊണ്ടും നമ്മുടെ ചാനലിലെ വീഡിയോസിന് വ്യൂസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം എല്ലാ സമയവും നമുക്ക് ഒരേപോലെ കിട്ടണമെന്ന്, എത്ര വലിയ യൂട്യൂബേഴ്സ് ആയാലും അവർക്കുണ്ട് വ്യൂ ഇല്ലാത്ത സമയം കാര്യങ്ങളും. പക്ഷെ അവരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആത്മാർത്ഥതയോടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാത്തതായിട്ട് ആരുമില്ല യൂട്യൂബിൻ്റെ അകത്ത്. ഞാനിപ്പോൾ എൻ്റെ ഗ്രൂപ്പ് വഴി എനിക്കിപ്പോൾ 6 ഗ്രൂപ്പിലായിട്ട് ഏകദേശം 1600 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 6 ഗ്രൂപ്പിലായിട്ട് 1600 മെമ്പേഴ്സ്. 1600 മെമ്പേഴ്സ് എന്ന് വെച്ചാൽ 1600 യൂട്യൂബേഴ്സാണ്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ കോച്ചിങ്, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്നിട്ടാണ് ഞാൻ 2 ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് എന്തായാലും നിങ്ങൾ യൂട്യൂബേഴ്സ് ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ചാനൽ മാത്രം നോക്കിയാൽ മതി. ഞാൻ 1600 ചാനലുകളുടെ കാര്യങ്ങൾ, അവരുടെ സംശയങ്ങൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി കൊടുത്തുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ചാനലിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും എൻ്റെ 2 ചാനലിൽ വീഡിയോസ്, കോമഡി വീഡിയോസ് ഇടുന്നു, ഇതിൻ്റെ അകത്ത് ഇടുന്നു, ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തും വീഡിയോസ് ഇടുന്നു. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അവരുടെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.